അയ്യോ, എന്റെ തേയെ കൊല്ലരുത്, എന്നെ കൊന്നോളൂ. അയ്യോ, എന്നെ കൊന്നോളൂ, എന്റെ തേയെ കൊല്ലരുത്. അയ്യോ, എന്റെ തേയെ കൊല്ലരുത്, എന്നെ കൊന്നോളൂ. നിന്റെ കൽപ്പനയല്ലേ? അയ്യോ വേണ്ട, ഇത് ചന്തു തമ്പുരാന്റെ കൽപ്പനയാണ്. കൽപ്പന? നീ അടിച്ചത് അവനെയല്ല, എന്നെയാണ്. ഇവിടെ എന്തുണ്ടായി? എന്തായത്? അറിഞ്ഞില്ല വിശേഷം. ഈ പാണക്കിരാത്തികൾ ആ പാണപ്പയ്യന്റെ അനുജത്തികളാണ്. ദൂതാളായി വന്നിരിക്കുന്നു. അവനിങ്ങെത്തി തുമ്പോരാർച്ചയും കൊണ്ട് പോകുമെന്ന്. തുമ്പോരാർച്ചയെ കൊണ്ടുപോകുമെന്നോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അവനിങ്ങ് വരട്ടെ. ഇവരെ പിടിച്ച് ആളെ ആ പാണൻ നിസ്സാരനാണെന്ന് വിചാരിക്കുന്നു. കാട്ടുപടയും പാണപ്പടയും അവന് പിന്തുണയായിട്ടുണ്ട്. ഉളിപ്പൂരിൽ അവർ മിടുക്കന്മാരെന്ന് കേട്ടിരിക്കുന്നു. അതിനൊരു വഴിയേ ഉള്ളൂ ചന്തുശേഖരനെ. പഴയ വിരോധമൊന്നും മനസ്സിൽ വെക്കാതെ പുത്തൂരം വീട്ടിലെ മുഴുവൻ പടയെയും ആരോമലെയും ഉടൻ തന്നെ ഇവിടെ വിളിപ്പിക്കണം. അതുകൊള്ളാം. എല്ലാ കോട്ടകളിലും കാവലിടണം. തുമ്പോലാർച്ചയുടെ അന്തപുരത്തിൽ പ്രത്യേകം കാവൽ ഏർപ്പാട് ചെയ്യണം. എന്നാൽ താമസിക്കേണ്ട, ഉടൻ ആരോമൽ കാണാനേക്ക്. പുത്തൂരം വീടോളം പോയി വരും. ആരോമൽ ചേകവർക്ക് ഞാനൊരു ഓല തരാം. അറവുറക്കണമെങ്കിൽ ചന്തു തമ്പ്രാന്റെ കൽപ്പന വേണം. ആഹാ, എന്നാ ഞാൻ കൽപ്പിക്കുന്നു അറവുറക്കാൻ. ഇല്ല, തുറക്കില്ല. അയ്യോ പെങ്ങളെ, ഇത് നേരത്തെ കാണിച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാ കുറുമാട്ടി കഴിച്ചോ. അമ്മയ്ക്ക് 16 മക്കളുണ്ടാകട്ടെ. അയ്യോ വേണ്ട, നീ കഴിച്ചു. തുമ്പാനാർക്ക് തമ്പുരാട്ടി നന്നയച്ചതാ. ഓഹോ, ശിഷ്യാജ്. നിങ്ങൾ പൊയ്ക്കൊള്ളേ. മികച്ചേരി വീട്ടിൽ നിന്നും ഉദയപ്പനമ്മാവൻ അങ്ങോട്ട് ചെല്ലാൻ ഓല കൊടുത്തയച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞ അമ്മാവൻ ഞാനിപ്പോ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. തേടി വള്ളി കാലിൽ ചുറ്റിയ കള്ളി അല്ലല്ല വള്ളി ഇപ്പൊ വീണ്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ആ പാണപ്പയ്യൻ ഇന്നിവിടെ എത്തുമെന്ന്. അമ്മാവന് ചന്തുവും കോട്ടവാതിക്കൽ കാവൽ നിൽക്കണം. ശരി, നിങ്ങൾ എല്ലാവരും കിഴക്കേ പുഴക്കടവിൽ ജാഗ്രതയായിരിക്കും. ഞാൻ തുമ്പോരാർച്ചയുടെ അന്തപുരത്തിന് കാവൽ നിൽക്കാം. നല്ലത്. നിങ്ങളെല്ലാം പൊയ്ക്കൊള്ളി. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ മണിയടിച്ച് വിവരം അറിയിക്കണം. അമ്മാവനും പൊയ്ക്കൊള്ളി. ശരി. കരുതിയിരിക്കണം, ധൈര്യമായിരിക്കും. ആ പാണപ്പയലിങ് വരട്ടെ. അവന്റെ കഴുത്ത് ഞാൻ വെട്ടിയെടുക്കും. നിങ്ങളാണോ ശബ്ദം ഉണ്ടാക്കിയത്? അയ്യോ, പാത്രം വീണതാണേ. ചേട്ടന്റെ പേരെന്താ? ഓ, ചേട്ടൊന്ന് അകത്തോട്ട് വാന്നേ. വാ. ചേട്ടൻ കലക കഴിച്ചതാണ്. ഇതെന്തൊരു ചോദ്യം? താൻ പോയോ? ഓ, ഈ ചേട്ടന്റെ പൂമേനി കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ആരോമൻ ചേകവരെ പോലെ ഇരിക്കുന്നു.
പോയി. അവര് പോയോ? പോയി വേഗം പാണന്റെ വേഷം എടുത്തുകൊണ്ട് വരുന്നു. പാണന്റെ വേഷം ഇതിനകത്തുണ്ട്. നീ പൊയ്ക്കൊള്ളേ. ഞാനാണ്. പേടിക്കാതെ പെണ്ണെ, ഞാനാണ് നിന്റെ പ്രാണപ്പൈതല്. ഞാൻ പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. നിന്നെ തട്ടിക്കൊണ്ടുവന്ന കയ്യന്മാരെവിടെ? അവനെല്ലാം ഞാൻ ഇപ്പൊ കൊല്ലും. എന്റെ താമര തങ്കച്ചി എവിടെ? നിന്നെ തട്ടിക്കൊണ്ടുവന്ന അവന്മാരെവിടെ? എല്ലാത്തിനും ഞാൻ പറയും. കൊല്ലുമതി പെണ്ണെ, പറയടി പെണ്ണെ. പെണ്ണെ, നീ ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്താടി പെണ്ണെ നീ മാറിക്കളയുന്നത്? അരുത്, എന്നെ തൊട്ട് ആ കൈ അശുദ്ധമാക്കരുത്. എന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു വന്നാൽ നീക്കി തരാൻ പരിശുദ്ധമായ ഒന്നും തന്നെ എന്നിലില്ല. എല്ലാം നശിച്ചു, എല്ലാം നശിപ്പിച്ചു. നശിച്ചോ? എല്ലാം നശിപ്പിച്ചോ? നിന്നെ നശിപ്പിച്ചവൻ ആര്? അവന്റെ പേര് പറയും. അവനെ ഞാൻ കൊല്ലും. ഇപ്പോ കുത്തിക്കൊല്ലും. പറയൂ. ഇനി എന്തിനങ്ങത് അറിയണം? അങ്ങ് വരുമ്പോൾ എന്റെ ശവം മാത്രമേ അങ്ങ് കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ കരുതി. പക്ഷേ അതുകൊണ്ട് മാത്രം എന്റെ ആത്മാവ് ശുദ്ധിയാവില്ല. ഈ നല്ല കൈകൊണ്ട് എന്റെ തല വെട്ടിയെടുത്ത് എന്റെ അച്ഛനെ കാണിക്കണം, എന്റെ അമ്മാവനെ കാണിക്കണം. എന്നെ മോഹിച്ച് ഒരു കുഞ്ഞിനെ ഞെക്കിക്കൊന്ന ചന്തുവിനെ കാണിക്കണം. എന്നിട്ട് എന്റെ എല്ലാമായിരുന്ന പുത്തൂരൻ വീട്ടിലെ ആരോമൽ ചേകവരെ കാണിച്ച് അങ്ങ് ചോദിക്കണം, അങ്ങയുടെ ആഗ്രഹം തീർന്നോ എന്ന്. എന്നെ വെട്ടിക്കൊല്ലിൻ, എന്നെ വെട്ടിക്കൊല്ലിൻ. ആരോമൽ തമ്പുരാനോട് അയ്യൊന്ന് ചോദിക്കട്ടെ, അത്രയ്ക്കായോന്ന്? ഞാന് ആരോമല് അങ്ങനെ വിടുകയില്ല. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ആർച്ചി. ഞാൻ നിന്റെ ആരോമലാണ് ആർച്ചി. ആർച്ചി, നീ എനിക്ക് മാപ്പ് തരൂ. ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു ആർച്ചി. കടത്തനാട്ട് പെൺകുടിമാർ ഈ ത്യാഗത്തിന്റെ കഥ, ഈ സ്നേഹത്തിന്റെ കഥ എന്നുമെന്നും പാടി നടക്കും പെണ്ണെ. പക്ഷേ ഒരു കാര്യം, നീ എനിക്ക് വേണ്ടി കുറച്ചുനാൾ കാത്തിരിക്കണം. ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയും വേണം. നിന്നെ ഞാൻ പുത്തൂരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇതിനിടയിൽ കപടവേഷം ധരിച്ച് ഞാൻ കൂടെ ഇവിടെ എത്തിക്കൊള്ളാം. ഇപ്പൊ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ കുഞ്ഞുനൂലിയും അച്ഛനും അറിഞ്ഞാൽ എന്റെ തല കാണുകയില്ല. ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരൂ. സത്യം, സത്യം. ആർച്ചേ, ആർച്ചേ.